കാണണ്ടതില് എന്നെ കാണണം എവിടെ കണ്ടതില്. ഹലോ ഗൈസ്, ഇപ്പൊ സമയം ഓൾമോസ്റ്റ് ഒരു എത്ര മണിയായിരുന്ന കറക്റ്റ് 2:30 ഞാനും അമ്മയും കൂടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഞങ്ങൾ അവിടെ പോകണം നാലമ്പലം. അതെ, അമ്മൻ്റെ കൂടെ ഞങ്ങൾ നാലമ്പലം കാണാൻ പോകണം. അപ്പോൾ ഒന്ന് നേരെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ, പിന്നെ പാലക്കാട്. നമ്മൾ ഓൾമോസ്റ്റ് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 കിലോമീറ്റർ എങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയും ലൈനിൻ്റെ എൻ്റെ എത്തിയിട്ടില്ല, അത്രയ്ക്ക് തിരക്കുണ്ട്. ഞാനിന്ന് തൊഴുതാൻ പറ്റുമോ പോലും എനിക്കറിയാൻ വെള്ളം. അങ്ങനെ ഒരു 6:30 ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയപ്പോൾ തന്നെ ഭയങ്കര മഴയായതുകൊണ്ട് ലൈനൊക്കെ മാറി എല്ലാവരും കൂടെ ഇടിച്ചു കയറി ഭയങ്കര ബ്ലോക്കായി. ദർശനം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വിഷമം. 2 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം ഓൾമോസ്റ്റ് വൈകുന്നേരം 4:30-5 മണി എങ്ങാണ്ടായി. നമ്മൾ 3 അമ്പലം കവർ ചെയ്തു. നല്ല തിരക്കുണ്ട്. സൺഡേ ആയതുകൊണ്ടാണ് നല്ല തിരക്ക്. പറഞ്ഞാൽ നല്ല തിരക്ക്. ഫുഡും കൂടെ കിട്ടില്ല. ഭയങ്കര വിശന്ന് ചാവാനായി. അതുപോലെ ചെരുപ്പിട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെരുപ്പിലാണ് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരു വൈബാണ്. അപ്പൊ പറഞ്ഞു തന്ന എന്താ വെച്ചാൽ ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ നാലമ്പലം കാണാൻ വേണ്ടി പോയതാണ്. അമ്പലമല്ലേ, പോയിട്ട് സിമ്പിളായിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ അങ്ങനെയേ അല്ലായിരുന്നു. ഞാൻ പോയതൊരു വീക്കെൻഡ് ആയിരുന്നു, ഒരു ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും ഇപ്പൊ പറ്റണില്ല. അത്ര കണ്ട് തിരക്കായിരുന്നു. തിരക്കിന്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ കുറെ വയസ്സായ ആൾക്കാർക്കൊക്കെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആംബുലൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ നമുക്ക് ടെൻഷനായി. കാരണം അത്ര കണ്ടായിരുന്നു തിരക്ക്. രാവിലെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ നമ്മൾ ഒരു 6:30-7 മണിയാകുമ്പോഴേക്കും അവിടെ എത്തി. എന്നിട്ട് നമുക്ക് തൊഴാൻ പറ്റിയത് ഒരു 9:10 മണിയാകുമ്പോഴാണ്. അത്ര കണ്ടായിരുന്നു തിരക്ക്. പൊതുവെ കർക്കിടക മാസത്തിലും രാമായണ മാസത്തിലൊക്കെ ആയിരിക്കുമല്ലോ അവിടെ തിരക്കുണ്ടാവുക. നമ്മൾ പോയതാണെങ്കിൽ ഒരു ഞായറാഴ്ചയും. പിന്നെ അവിടെ എത്രയും തിരക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. നമുക്ക് 4 അമ്പലവും കവർ ചെയ്ത് തൊഴുതിറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം. പക്ഷേ ദൈവം സഹായിച്ച് നമുക്ക് 4 അമ്പലവും നല്ല ഭംഗിയായിട്ട് തന്നെ തൊഴുതിറങ്ങാൻ പറ്റി. അതിൽ നമ്മൾ ഭയങ്കര ബ്ലസ്ഡ് ആയി തോന്നി എനിക്ക്. കാരണം ഇത്രയും തിരക്കിലും ഭയങ്കര എഫേർട്ട് ഇട്ട് ആൾക്കാർ ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പണ്ട് ശബരിമലയിൽ പോയ കാര്യം ഓർമ്മ വന്നത്. ഇവിടുന്ന് നമ്മുടെ വണ്ടി കാണാത്തോണ്ട് മഴയത്ത് വണ്ടീനെ തെരഞ്ഞു നടന്നു. പിന്നെ വീഡിയോ എടുത്തു തരുന്നത് എൻ്റെ അമ്മ ആയതുകൊണ്ട് പകുതി വീഡിയോസും കിട്ടിയിട്ടില്ല. ഫോണിന്റെ മേലെ കൂടെ എൻ്റെ എക്സ്പ്രഷൻ നോക്കി നടക്കലായിരുന്നു എൻ്റെ അമ്മന്റെ പണി. നമ്മൾ 2ാമത്തെ അമ്പലത്തിന്റെ അവിടെ എത്തി. മഴയത്ത് ഞാൻ തുണിയും വെക്കി നടക്കണം. പിന്നെ എല്ലാവർക്കും ഇത് അറിയുമായിരിക്കും, എന്നാലും ഞാൻ പറയാം, 1 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും അവിടെ കയറ്റില്ല. അത് അവർ പ്രത്യേകം അവിടെ അനൗൺസ് ചെയ്യാറുണ്ട്. പിന്നെ സൺഡേസിലൊന്നും ചെറിയ കുട്ടികളെ കൂട്ടിയിട്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി. തൃപ്രയാർ പോലെ തന്നെ ഇവിടെ നല്ല തിരക്ക്, പറഞ്ഞാൽ നല്ല തിരക്കാണ്. ഇരുന്നിരുന്ന് എനിക്ക് സങ്കടം വരാൻ തുടങ്ങി. ഇനി 2 അമ്പലത്തിലും കൂടെ പോയിട്ട് നമുക്ക് കാണാം. ഞാൻ എത്ര മണിക്ക് വീടെത്തും ഞാൻ പറയും. എൻ്റെ അമ്മ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് എന്നെ മൈൻഡ് പോലും ചെയ്യണില്ല. അതാണ് സങ്കടം. എനിക്കൊരു ബണ്ണ് വാങ്ങിച്ച് തന്നെ ഒതുക്കി. പിന്നെ തൃപ്രയാർ വന്ന് തൊഴുതിയ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരെയും നമ്മൾ 4 അമ്പലത്തിൽ വെച്ചും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കുള്ള അമ്പലമായതുകൊണ്ട് എല്ലാവരുടെയും സാധനങ്ങളൊക്കെ മിസ്സാവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ചെരുപ്പൊക്കെ എന്തായാലും മിസ്സാവും. എൻ്റെ മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ പേരുടെ സാധനങ്ങളൊക്കെ മിസ്സായി എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് സാധനങ്ങൾ കൊണ്ടുപോയാൽ ആൾക്കാരൊക്കെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി 1 കിലോമീറ്ററും കൂടെ നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് ലാസ്റ്റത്തെ ശത്രുഘ്നന്റെ അമ്പലത്തിലും കൂടെ തൊഴുതി ഇറങ്ങിയപ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ. എൻ്റെ മോനെ, അമ്പലത്തിൽ തൊഴുതലൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും എൻ്റെ ചെരുപ്പ് പോയി. ഞങ്ങളവിടെ കുറേ നോക്കി. എൻ്റെ ചെരുപ്പ് മാത്രം കാണാനില്ല. എൻ്റെ വേറൊരു ആൻറ്റിൻ്റെയും ചെരുപ്പ് മിസ്സായി. അങ്ങനെ ചെരുപ്പിലൂടെ ഞാൻ ചെരുപ്പില്ലാണ്ടാണ് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചത് ഫുള്ള്. ഇപ്പൊ സമയം എത്ര മണിയായെന്ന് പോലും എനിക്കറിയില്ല. പിച്ചുമ്പേയും പറയണ പോലെ എനിക്കുണ്ട്. അത്രയ്ക്ക് ഞാൻ ഫുള്ള് ടയേർഡാണ്. വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങിയാ മതി എന്നുണ്ട്. അങ്ങനെ നമ്മുടെ 4 അമ്പലം ദർശനം കഴിഞ്ഞ് വീടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 2 മണി ആവാറായി. ഇന്നലെയും ഇതേ സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് നമ്മളൊരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ നല്ല സ്ട്രെസ് എൻ്റെ മുഖത്തുണ്ട്. പിന്നെ പോരാത്തതിന് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ ചെരുപ്പില്ലാണ്ടാണ് അവിടെ ഫുള്ള് 4 അമ്പലം നമ്മൾ ഇറങ്ങിയതും ഫുള്ള് അവിടെ കൂടെ നടന്നതൊക്കെ. കാരണം നല്ല വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ക്രൗഡായിരുന്നു. നല്ല തിരക്കായതുകൊണ്ട് തന്നെ കുറേ ദൂരം നമുക്ക് നടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ആയിട്ടുള്ള നല്ല സ്ട്രെസ് ഉണ്ട്. പിന്നെ ഒരു തുള്ളി പോലും ഉറങ്ങാത്തതിൻ്റെ മുഖത്തിറങ്ങി. ഇപ്പം കെട്ടുന്ന പടവും അത്രയ്ക്ക് സ്ട്രെസ്സിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു. 4 അമ്പലം നമുക്ക് ദർശനം കാണാൻ പറ്റും. അത്രയും തിരക്കാണ്. ഇപ്പോൾ പറ്റും നമ്മൾ വിചാരിച്ചല്ല. പക്ഷെ ദൈവം സഹായിച്ചാൽ അതൊക്കെ നല്ല രീതിക്ക് നടന്നു. പിന്നെ അപ്പം ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ശരി എന്നാൽ.